ഹലോ എവരിവൺ, എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു SCERT ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ PSC പഠിക്കുന്ന പിള്ളേർക്കും PSCക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും SCERT നോക്കണമല്ലോ. അപ്പോൾ അതിനും ഉപകാരപ്പെടും. ട്യൂഷനായിട്ട് നോക്കുന്ന കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. രണ്ടും പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഇത് കണ്ടാൽ ഉപകാരപ്പെടും, മനസ്സിലാകും. ആ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം എടുക്കുന്ന SCERT ചാപ്റ്റർ ബയോളജിയും ഞാൻ SCERT ചാപ്റ്ററിൻ്റെ ബേസിലാണ് ഇട്ടിരുന്നതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. ദഹനം എന്ന് പറഞ്ഞാൽ ഇത് 10ാം ക്ലാസ്സിലെ പാർട്ട് 1 അധ്യായം 5 പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. ഇതിപ്പോൾ ഇനി വരുന്ന LGSന് PFAക്ക് LDCക്ക് ഒക്കെ അത്യാവശ്യമുള്ള ഒരു ചാപ്റ്ററാണ്. അതേപോലെ ഇനി ജനുവരി ഫെബ്രുവരി ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് SLC വരുവാണ്. ആ പിള്ളേർക്കും SLC എഴുതുന്ന കുഞ്ഞുമക്കൾക്കും ഇത് ഉപകാരപ്പെടും. രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. ആദ്യം നമുക്ക് ആദ്യത്തെ പേജ് വായിക്കാം. പൊതുജനാരോഗ്യ ബിൽ സെലക്ട് കമ്മിറ്റി അഭിപ്രായങ്ങൾ നൽകാം. ഒരു പത്രവാർത്തയാണ് ആദ്യം കൊടുത്തേക്കുന്നത്, അതാണ് വായിക്കുന്നത്. കോട്ടയം കേരള പൊതുജനാരോഗ്യ ബില്ലിൻ്റെ നിയമസഭാ സെലക്ട് കമ്മിറ്റി സെപ്റ്റംബർ 24 രാവിലെ 10:30 കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ബില്ലും ബില്ലിലെ വ്യവസ്ഥ സംബന്ധിച്ച ചോദ്യാവലിയും www.niyamsabha.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖാമൂലമോ legislation@niyamsabha.nic.in എന്ന ഇമെയിൽ വിലാസത്തിലോ നൽകാം. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായിട്ട് നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പാണ് ജനാധിപത്യത്തിൻ്റെ സർക്കുലർ നവവൽക്കരണത്തിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പത്രവാർത്ത ഇവിടെ കൊടുത്തേക്കുന്നത് കൊണ്ടും ഇതുകൊണ്ടും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനാധിപത്യ ക്രമത്തിൽ സർക്കാരുകൾ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാറുണ്ട്. അപ്പം അതിന് അഭിപ്രായങ്ങൾ നൽകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ശരിയാണ്. www.niyamsabha.org എന്ന വെബ്സൈറ്റിൽ ഈ സംഭവം ലഭിക്കുന്നതാണ്. അപ്പം ജനാധിപത്യ ക്രമത്തിൽ സർക്കാരുകൾ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതാണ്. അപ്പം അതാണ് ഫസ്റ്റ് പേജിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അടുത്ത പേജിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു കാർട്ടൂൺ ചിത്രമാണ്. ഒരു കൂട്ടം ആൾക്കാർ കൂടിയിരിക്കുന്നു. അവർ പരസ്പരം സംസാരിക്കുന്നതായിട്ട്. അതിലെഴുതിയിരിക്കുന്നത്, വഴിവിളക്ക് പലപ്പോഴും കത്താറേയില്ല, ഇത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ കുറേ ജനങ്ങൾ കൂടിയിട്ടിരിക്കുന്നുണ്ട്, 2 ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്താ എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇതൊരു ഗ്രാമസഭയാണ്. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയായ ഗ്രാമസഭ, വാർഡുസഭയുടെ ചിത്രമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ അവിടെ ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയിൽ കൂടിയിരിക്കുന്നവരുടെ പൊതു അഭിപ്രായം പരിഗണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. വിദ്യാലയത്തിലെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട് സംഘാടകർ നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാറില്ലേ? എങ്ങനെയെല്ലാമാണ് നിങ്ങൾ അഭിപ്രായം അറിയിക്കാറുള്ളത്? ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് നമ്മൾ പറയുന്നത്.
അപ്പം ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതി. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയാണ് നമ്മൾ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ചർച്ച ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ ഗ്രാമസഭയിലും വാർഡ് സഭയിലും ഒക്കെ ചർച്ച ചെയ്യാറുള്ളത്? ഗ്രാമസഭയിലും വാർഡ് സഭയിലും ഒക്കെ പോയ ആൾക്കാരുണ്ടോ? ഗ്രാമസഭയിൽ പോയ ആൾക്കാരുണ്ടോ? ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പോയ ആൾക്കാർക്ക് അറിയായിരിക്കും, എങ്കിലും ഞാൻ പറയാം. ഒരു ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് എന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, കുടിവെള്ള പ്രശ്നം. അതായത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിന് കീഴിലുള്ള പ്രശ്നങ്ങൾ, നമുക്കുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഡയറക്റ്റ് ചെന്ന് നമുക്ക് പഞ്ചായത്തിലൊക്കെ പറയാം. എന്നാലും ഇങ്ങനെയുള്ള ഗ്രാമസഭകളിൽ ചെന്ന് അതിൽ അധികാരികൾ വരുമ്പോൾ അവരെയാണ് നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ ധരിപ്പിക്കുന്നത്. അവിടെ നിവേദനം കൊടുക്കാം, നമുക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാം. അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ അവിടെ വരുന്ന അധികാരികളെ നമ്മൾ കാര്യം ധരിപ്പിക്കുന്നു. അപ്പം അതിനാണ് ഈ വാർഡ് സഭ അല്ലെങ്കിൽ ഗ്രാമസഭയൊക്കെ വെക്കുന്നത്. അവിടെ നമുക്ക് നമ്മുടെ എന്ത് പ്രശ്നങ്ങളും, കുടിവെള്ള പ്രശ്നം പറയാം, ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യത്തിനെ പറ്റിയുള്ളത്, പരിസ്ഥിതി മലിനീകരണം, ഇനി അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്, അങ്ങനെ ഉള്ള ഒരു പൊതുവായ എന്ത് പ്രശ്നങ്ങളും അവിടെ പറയാം. അവരെ കൊണ്ട് പരിഹരിച്ച് തരാൻ പറ്റുന്നതാണെങ്കിൽ അവർ പരിഹരിച്ച് തരും. അപ്പം അതാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നതാണ് ഗ്രാമസഭ? ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയാണ് ഗ്രാമസഭ. ഗ്രാമസഭ വാർഡ് സഭയിൽ ചർച്ച ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, കുടിവെള്ള പ്രശ്നം, ഇവയൊക്കെ. വിദ്യാലയത്തിലെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട് സംഘാടകർ നിങ്ങളിൽ നിന്ന് അഭിപ്രായം തേടാറില്ലേ? എങ്ങനെയെല്ലാമാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാറുള്ളത്? അപ്പം വിദ്യാലയത്തിലെ കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ 2 സൂചനകൾ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ പാർലമെൻറ്റ് വഴി, സംഘാടക സമിതി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ക്ലാസ് പ്രതിനിധി വഴി. വിദ്യാലയ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് വിവിധ മാർഗങ്ങൾ ചിട്ടപ്പെടുത്തിയല്ലോ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താൻ വേറെ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് വഴി രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. ക്ലാസ് ഞാൻ തരാം. പാഠാരംഭത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പൊതുജനാരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരണപ്പെടുത്തുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താൽപ്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. പൊതുജനാരോഗ്യം എന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പൊതുവിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഇതൊരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം. അഭിപ്രായങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. ഇവരുടെ അഭിപ്രായത്തിൽ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണകരമാക്കും. ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും. അപ്പം ഒരു പൗരസമൂഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പൗരസമൂഹം അഥവാ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. അതായത് പൗരസമൂഹം അഥവാ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛമോ കൂടാതെ വൈവിധ്യമാർന്ന താൽപ്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നതാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നവർ.
സ്വയം സന്നദ്ധതയോടെയോ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താൽപര്യങ്ങളോടും കാഴ്ചപ്പാടോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്. പൊതുജനാഭിപ്രായങ്ങളിലൂടെ ശാക്തീകരണപ്പെടുത്തുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. പൊതുജനാഭിപ്രായങ്ങളിലൂടെ ശാക്തീകരണപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും. ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും. ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയത്തിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. ഒരു പൊതുജനാഭിപ്രായം പറയുമ്പോൾ ആ വിഷയത്തിൽ സമൂഹത്തിലോ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം ആ പൊതുജനാഭിപ്രായത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത് ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയത്തിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ്. ഇത് ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആവാം. അപ്പം പൗരസമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛമോ കൂടാതെ വൈവിധ്യമാർന്ന താൽപര്യങ്ങളോടും കാഴ്ചപ്പാടോടും പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്. പിന്നെ പൊതുജനാഭിപ്രായങ്ങളിലൂടെ ശാക്തീകരണപ്പെടുത്തുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ. സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജനാഭിപ്രായം സർക്കാരിന്മേൽ ജനകീയ നിയന്ത്രണത്തിലുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നായ പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുന്നു. അപ്പോൾ പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പൊതുജനാഭിപ്രായത്തിൻ്റെ എന്തൊക്കെയാണ് സവിശേഷതകൾ? സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അപ്പം സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. അപ്പോൾ പൊതുജനാഭിപ്രായം എങ്ങനെ രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലായല്ലോ. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്തമുള്ള പൗരന്മാർ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജനാഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജനാഭിപ്രായം സർക്കാരിന്മേൽ ജനകീയ നിയന്ത്രണത്തിലുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനങ്ങളിലൊന്നായി പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുന്നു. അപ്പോൾ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം മുതലായവയാണ്. അപ്പം ഒരു പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ നമ്മൾ ചുമ്മാ ചെന്ന് ഒരു കൂട്ടരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കേൾക്കില്ല. ചുമ്മാ കള്ളും കുടിച്ച് ഇതിലെ നടക്കുന്നവരും ഒന്നിനും പ്രവർത്തിക്കാത്തവരും അടികൂടി നടക്കുന്നവരും ഒക്കെ പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുമോ? ഇപ്പോൾ ഈ കള്ളും കുടിച്ച് പറയുന്നത് ഉള്ള കാര്യമാണെങ്കിൽ പോലും ആൾക്കാർ കേൾക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കള്ളുകുടി. അപ്പം നമ്മൾ ഒരു ആൾക്കാർ സംസാരിക്കുമ്പോൾ അത് തന്നെ നമ്മൾ ഇച്ചിരി കേൾവി കൊടുക്കണമെങ്കിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ക്വാളിറ്റീസൊക്കെ ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നല്ലവരായിട്ട് നടക്കുന്ന തിന്മയുണ്ട്, എല്ലിലും നല്ലതും തിന്മയുണ്ട് എന്ന് പറഞ്ഞാലും നമ്മളൊരു കാര്യം ഒരിടത്ത് സംസാരിക്കണമെങ്കിൽ ഒരു
ഇത് വേണം. അപ്പോൾ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ പറയുന്ന കുറച്ച് ഘടകങ്ങളാണ് വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം. എന്തൊക്കെയാണ്? വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം മുതലായവ. അപ്പം പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല. എന്നാൽ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതമുണ്ടാക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയോ കാഴ്ചപ്പാടുകളുടെ അഭിപ്രായം ആകണമെന്നൊന്നുമില്ല. എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. അതായത് ഇപ്പോൾ 1-2 പേർക്ക് അത് അറിയത്തുള്ളൂ എന്നും പറഞ്ഞ് അതിനൊരു പരിഹാരമില്ല. അതല്ലെങ്കിൽ അത് ഗ്രാമസഭയിലോ വാർഡ്സഭയിലോ പറയാൻ പാടില്ലെന്നൊന്നുമില്ല. നമുക്ക് എല്ലാവരും അറിയുള്ളൂ. അപ്പം പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല. എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കുമനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് പറയുമ്പോൾ അതിന് അവിടുന്ന് പറയുന്ന മറുപടികൾ, അവിടുന്ന് പറയുന്ന ആൾക്കാർ, അതിനെന്തെങ്കിലും അതിൻ്റെ അകത്തെ സത്യാവസ്ഥ ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ അഭിപ്രായം മാറാവുന്നതാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുമുണ്ട്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്ക് ഏത് പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. പൊതുജനാഭിപ്രായത്തിന് ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. ഇപ്പം ഒരു പൊതുജനാഭിപ്രായത്തിന് മെയിനായിട്ട് പറയുന്നത് 6 സവിശേഷതകളാണ്. അത് മെയിനായിട്ട് പറയുന്ന 6 സവിശേഷതകളാണ്. അപ്പം എന്തൊക്കെയാണ്? പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല. എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതമുണ്ടാക്കുന്നു. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കുമനുസരിച്ച് പുതിയ ജനാഭിപ്രായം മാറാവുന്നതാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുമുണ്ട്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏതു പ്രദേശത്തു നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. ഇത്രയുമാണ് ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ എന്തൊക്കെയാണ് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ? 6 എണ്ണമാണ് മെയിനായിട്ടുള്ളത്. പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല. എന്നാൽ അതൊരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതമുണ്ടാക്കുന്നു. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കുമനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുമുണ്ട്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏത് പ്രദേശത്തു നിന്നും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. ഇവിടെ ഈ ഡയഗ്രം കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പൂരിപ്പിക്കാനാണ് കേട്ടോ. ജനാഭിപ്രായം എന്ന് നാം കണ്ടല്ലോ. വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം മുതലായവയെല്ലാം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ. അപ്പോൾ അടുത്തതാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ. പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യതയുള്ളതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല. എപ്പോഴാണ് ഒരു പൊതുപ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഔപചാരികവും
അനൗപചാരികവുമായ പ്രക്രിയകളിലൂടെയാണ് പൊതുജനാഭിപ്രായം വരുന്നത്. പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യ ശാക്തീകരണത്തിലൂടെയും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത്. കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവുമെല്ലാം അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു. ഇവയെല്ലാം പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ എന്തൊക്കെയാണ്? പൊതുജനാഭിപ്രായം പല പല രീതിയിൽ. അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു വർഷത്തിൽ ഇത്ര കാലയളവുണ്ടെന്നോ ഇപ്പോഴേ പറയാവൂ അപ്പോഴേ അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണോ ഒരു പ്രശ്നം രൂപീകരിക്കപ്പെടുന്നത് അപ്പം നമുക്ക് ഇത് സമയബന്ധിതമായോ കൃത്യതയുള്ളതോ ഒരു പ്രക്രിയയൊന്നും അല്ലല്ലോ. അപ്പം എപ്പോഴാണ് ഒരു പ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു. അപ്പം പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്ന വിവിധ ഏജൻസികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്ന വിവിധ ഏജൻസികൾ? 1. കുടുംബം. 2. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 3. സമപ്രായ സംഘങ്ങൾ. 4. മാധ്യമങ്ങൾ. 5. രാഷ്ട്രീയ പാർട്ടികൾ. 6. സാമൂഹിക സ്ഥാപനങ്ങൾ. 7. അഭിപ്രായ വോട്ടെടുപ്പ്. 8. കലയും സാഹിത്യവും. അപ്പോൾ എന്തൊക്കെയാണ് പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്ന വിവിധ ഏജൻസികൾ? 1. കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സമപ്രായ സംഘങ്ങൾ, മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംസ്ഥാനങ്ങൾ, അഭിപ്രായ വോട്ടെടുപ്പ്, കലയും സാഹിത്യവും. ഇവയെല്ലാം നമുക്ക് പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം കുടുംബം. അപ്പം ആദ്യം നമുക്ക് ഈ കുടുംബത്തിലെ സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കാം. ചൂട് കൂടി വരികയാണല്ലോ. ആഗോളതാപനത്തെക്കുറിച്ച് പത്രവാർത്തയുണ്ടായിരുന്നു. ചൂട് കുറയ്ക്കുന്നതിനായി നമുക്കെന്ത് ചെയ്യാൻ കഴിയും? വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും മാലിന്യങ്ങൾ കത്തിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചും നമ്മുടെ ചൂടിൻ്റെ തീവ്രത കുറയ്ക്കാം. അങ്ങനെ ഭൂമിയെയും സംരക്ഷിക്കാം. രക്ഷിതാക്കളുമായി ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിങ്ങൾ പങ്കാളികളാകാറുണ്ടോ? ഒരു കുട്ടിയുടെ സാമൂഹിക പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബങ്ങളുടെ പരമ്പരാഗത വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. ഇതിൽ രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയവയെല്ലാം വിഷയമാകാറുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബമെന്ന സാമൂഹിക സ്ഥാപനത്തിനാണ്. ഒരു കുടുംബത്തിൽ നിന്നാണ് ആദ്യത്തെ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സാമൂഹികീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബാംഗങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബമെന്ന സാമൂഹിക സ്ഥാപനത്തിനാണ്. ഇത്രയാണ് കുടുംബം. ഫാമിലി എന്നുള്ളതിൽ നിന്ന് ആദ്യത്തെ ഏജൻസി കുടുംബമാണ്. അതിലെ കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഥവാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഥവാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? അപ്പോൾ അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അടുത്തത് ഒരു കാർട്ടൂൺ ചിത്രമാണ്. ആ കാർട്ടൂൺ ചിത്രത്തിലെ കുറിച്ചാണ് പറയുന്നത്. അതും കാർട്ടൂൺ ചിത്രത്തിൽ നോക്കാം. അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഏതു വിഷയത്തിന്മേലുള്ള ചർച്ചയാണിതെന്ന് ശ്രദ്ധിക്കൂ. മക്കളെ, നിങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ടോ? വേനൽപ്പുഴത്ത് അനുഭവപ്പെടാറുണ്ട് ടീച്ചർ. മഴവെള്ളം സംഭരിക്കുന്നത് ഇതിനൊരു പരിഹാരമാവില്ലേ? അങ്ങനെയാണെങ്കിൽ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട്
സ്കൂളിൽ നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ചാലോ ടീച്ചർ? കുട്ടിയുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയെല്ലാം അറിവും നൈപുണ്യങ്ങളുമെല്ലാം കുട്ടിയെ ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും. വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്കൂൾ പാർലമെന്റ്, ക്ലബ് പ്രവർത്തനങ്ങൾ, കലാകായിക മേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർ പൊതുജനാഭിപ്രായ പ്രകടനത്തിനുള്ള നൈപുണ്യം ആർജിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് വിദ്യാഭ്യാസ സ്ഥാപനം. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ കുട്ടികളുടെ പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്നതിൽ കുട്ടികളിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയിലെല്ലാമുള്ള അറിവും നൈപുണ്യവുമെല്ലാം കുട്ടിയിൽ ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും. വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ പ്പെടുത്താൻ സഹായിക്കും. വിവിധ വിഷയങ്ങളിലുള്ള ധാരണ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്കൂൾ പാർലമെന്റ്, ക്ലബ് പ്രവർത്തനങ്ങൾ, കലാകായിക മേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർ പൊതുജനാഭിപ്രായ പ്രകടനത്തിനുള്ള നൈപുണ്യം ആർജിക്കുകയും ചെയ്യുന്നു. അപ്പം വിദ്യാഭ്യാസ സ്ഥാപനം, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് ഉള്ളതായി പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം പ്രധാനമായും കുട്ടികളുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ അവരുടെ അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശക ചിന്ത, സംസ്കാരം തുടങ്ങിയവയിലെല്ലാം അറിവും നൈപുണ്യവും കുട്ടി ആർജിച്ചെടുക്കുന്നതും പ്രധാനമായും സ്ഥാപനങ്ങളിലൂടെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, അടുത്ത പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന അടുത്ത ഏജൻസി എന്ന് പറയുന്നത് സമപ്രായ സംഘങ്ങളാണ്. എന്താണ് സമപ്രായ സംഘങ്ങൾ? സമപ്രായ സംഘങ്ങളും ഇങ്ങനെ ഒരു ഇതിലൂടെയാണ് ആദ്യം ഒരു കാർട്ടൂൺ ചിത്രമാണ് അവർ നൽകിയിരിക്കുന്നത്. അതെന്നാന്ന് നമുക്ക് വായിക്കാം. നമ്മുടെ സ്കൂൾ ചുറ്റുമതിലിനടുത്തുള്ള മാലിന്യ കൂമ്പാരം നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളും ശ്രദ്ധിച്ചു. ആരാണാവോ ഇതിനു പിന്നിൽ? ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അസംബ്ലിയിൽ നമുക്കൊരു റോൾ പ്ലേ അവതരിപ്പിച്ചാലോ? സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇത് സംബന്ധിച്ച് ഒരു സ്കിറ്റ് അവതരിപ്പിക്കണം. സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ, ചർച്ചകൾ തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വ്യക്തിത്വം, മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇവർ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ നയങ്ങളോടുള്ള സമീപനം, വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും. ആ നിലയ്ക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ്. ഇങ്ങനെ സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും വിവാദങ്ങളും ചർച്ചകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിനെ നയിക്കുന്നു. അപ്പോൾ സമപ്രായ സംഘങ്ങൾ അഥവാ പീർ ഗ്രൂപ്പ്സ്, അത് അഭിപ്രായ രൂപീകരണത്തെ നയിക്കുന്ന മൂന്നാമത്തെ ഇതാണ്. ഈ സമപ്രായ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സമപ്രായ സംഘങ്ങൾ
സമാനമായ പ്രായവും ഒരേ താൽപ്പര്യങ്ങളും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയിലെല്ലാം സമാനത പുലർത്താറുണ്ട്. അപ്പോൾ സമപ്രായ സംഘങ്ങൾ എന്ന് വെച്ചാൽ സമാനമായ പ്രായവും ഒരേ താൽപ്പര്യവും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയിലെല്ലാം സമാനത പുലർത്താറുണ്ട്. അപ്പം സമപ്രായ സംഘങ്ങൾ, പിയർ ഗ്രൂപ്പ്സ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് സഹായിക്കുന്നത്? സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ, ചർച്ചകൾ തുടങ്ങിയവ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി. വ്യക്തിത്വ, മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക സ്വാധീനം എന്നിവയിലെല്ലാം ഇങ്ങനെ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവയ്ക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു സംഘം രൂപീകരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടായ്മ, നമ്മളിപ്പോൾ കൂട്ടുകൂടുകയാണെങ്കിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ നമ്മുടെ താല്പര്യങ്ങളും നമ്മളുമായിട്ട് ഒത്തുപോകുന്നതും, നമ്മൾ സംസാരിച്ചാൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടല്ലേ കൂടുതലും സംസാരിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത്, കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്നത്. അതാണ് സമപ്രായ സംഘങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സർക്കാർ നയങ്ങളോടുള്ള സമീപനം, വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയിലെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും. ആ നിലയ്ക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാകും. ഇങ്ങനെ സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണ് സമപ്രായ സംഘങ്ങൾ അഥവാ പീർ ഗ്രൂപ്പ്സ് പൊതുജനാഭിപ്രായത്തെ രൂപപ്പെടുത്തുന്നതെന്ന് പറയുന്നത്. ഇനി അടുത്ത പൊതുജനാഭിപ്രായ രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസിയാണ്, നാലാമത്തെ ഏജൻസിയാണ് മാധ്യമങ്ങൾ. ഇതാണ് മാധ്യമങ്ങൾ അഥവാ മീഡിയ. മീഡിയ ഇതിൽ ഭയങ്കര പങ്ക് വഹിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇന്നത്തെ പിള്ളേർക്ക് ഒന്നിലും രണ്ടിലും പഠിക്കുന്ന പിള്ളേർക്ക് വരെ, എന്തിന് ജനിച്ചു വീഴുന്ന കൊച്ചിന് വരെ ഫോൺ യൂസ് ചെയ്യാൻ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ഫോണും ഒക്കെ പിള്ളേർക്ക് അഡിക്ഷനാണ്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് മാധ്യമ അംഗങ്ങൾക്കുള്ളത്. അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യപരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു വിഷയം പൊതുജനയിൽ കൊണ്ടുവരാനും അതിൽ പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു. അപ്പം അതായത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, അതായത് മീഡിയ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിക്കുന്നതാണ്. അച്ചടി മാധ്യമങ്ങളിലൂടെയോ റേഡിയോ, ടെലിവിഷൻ, അതായത് പല ഇതാണ്. പത്രമുണ്ട്, റേഡിയോയുണ്ട്, TV ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ, നമ്മുടെ ഫോണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, വാട്സപ്പ്, അങ്ങനെ നവമാധ്യമങ്ങളിലൂടെ ലഭ്യമാകുന്ന വാർത്തകൾ, ചർച്ചകൾ, അങ്ങനെ ഉള്ള എല്ലാം. ഇപ്പോഴും പിള്ളേർ ഇപ്പോൾ ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്ത് കാണുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. ഒരു വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അത് പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു. അതായത് ഇതിൽ വാർത്തയിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു വീഡിയോ എടുത്തിട്ടാൽ മതി, ആ സംഭവം കയറി ആൾക്കാർ അഭിപ്രായങ്ങളും ഇതുമൊക്കെ ആയിട്ട് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ പൊതുജനാഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാധ്യമങ്ങളിൽ മീഡിയ തന്നെ പലതരത്തിലുണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പത്രങ്ങളാണ്. ന്യൂസ് പേപ്പേഴ്സ് ആണ് ആദ്യത്തെ. എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കാണ് പത്രങ്ങൾക്കുള്ളത്. ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു. ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യ സ്ഥാനമാണുള്ളത്.
പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം മുകളിലൊരു ഇതിൻ്റെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. പത്രപ്രവർത്തനത്തിൻ്റെ ഏക ലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി. പത്രങ്ങൾ വലിയൊരു ശക്തിയാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ അനിയന്ത്രിതമായ തൂലിക നാശമേ ഉണ്ടാക്കൂ. നിയന്ത്രണം പുറത്തുനിന്നാണെങ്കിൽ അത് നിയന്ത്രണരാഹിത്യത്തേക്കാൾ അപകടകരമായിരിക്കും. ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ. ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും? വിജയിക്കാത്തവയെ നിലനിർത്താൻ ആർക്ക് കഴിയും? രണ്ടിൻ്റെയും നന്മ തിന്മകൾ ആരു വിധിക്കും? ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും. മനുഷ്യന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായും വരും. മഹാത്മാഗാന്ധിയുടെ പുസ്തകത്തിൽ, അതായത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എന്താണെന്നുള്ള ആൾക്കും അറിയാമല്ലോ അല്ലേ? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, അതിൻ്റെ അകത്ത് എഴുതിയതാണ്. അപ്പം മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതാണ്. പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം വായിച്ചില്ലേ? പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാത്രമല്ല, അവയെ മാറ്റിമറിക്കാനും ചില താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രങ്ങളിലൂടെ കഴിയും. ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാണെന്നില്ല. സമൂഹത്തിൽ പൊതുജനാഭിപ്രായത്തെ വഴിതിരിച്ചു വിടാനും സമൂഹത്തെ തെറ്റായി നയിക്കാനും ചില വാർത്തകൾ കാരണമാകാറുണ്ട്. നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ വെച്ച് തെറ്റായ വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്താറുണ്ട്. വാർത്തകളിൽ പക്ഷാരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പത്രങ്ങൾ ഒരേ ഇതിൻ്റെ അകത്ത് നന്മയും തിന്മയും ഉണ്ട്. അത് പത്രം സത്യം പറഞ്ഞാൽ ഇരുതര മൂർച്ചയുള്ള വാളാണ്. പത്രത്തിലും വരുന്ന ന്യൂസുകൾ ചിലത് സത്യമല്ലാത്തതുണ്ട്, കൂടുതലും സത്യമായിരിക്കണം. എന്നാലും സത്യമല്ലാത്ത എല്ലാവരും അവരവരുടെ ഇതിനും പാർട്ടി സ്വാധീനം കൊണ്ടും അല്ലെങ്കിൽ ആട്ടിരക്കാരുടെ പൈസയുടെ മിടുക്കൊണ്ടും അങ്ങനെയൊക്കെ പത്രങ്ങളിൽ പലതും അടിച്ചു വരുത്താൻ പറ്റും ഇന്നത്തെ കാലത്ത്. അപ്പോൾ പത്രങ്ങൾ പക്ഷെ അതും നമ്മുടെ ഒരു പൊതുജനാഭിപ്രായത്തെ രൂപീകരിക്കുന്നുണ്ട്. എന്നാലും രണ്ട് സൈഡും ഉണ്ട്. സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം പൊതുജനങ്ങൾക്കുള്ളിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് പത്രങ്ങൾക്കുണ്ട്. ആനുകാലിക പ്രശ്നങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയാറുണ്ട്. ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യസ്ഥാനമാണ് ഉള്ളത്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നത് മാത്രമല്ല, അവയെ മാറ്റിമറിക്കാനും ചില താല്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രപ്രവർത്തനങ്ങൾക്ക് കഴിയും. അതാണ് പറയുന്നത് ഇരുതര മൂർച്ചയുള്ള വാളാന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത സമൂഹ മാധ്യമം അല്ലെങ്കിൽ മീഡിയയിൽ രണ്ടാമത്തെ ആണ് റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു. പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സർക്കാരിൻ്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എഴുത്തും വായനയൊന്നും അറിയണമെന്നില്ല. അപ്പോൾ ഈ പത്രം വായിച്ചൊന്നും ന്യൂസ് കണ്ടുപിടിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആശ്രയിക്കുന്നത് ന്യൂസ്
നമ്മുടെ ടി വിയിലെ ന്യൂസ്, റേഡിയോയിലെ ന്യൂസ്, റേഡിയോയിൽ കേൾക്കുന്ന കാര്യങ്ങൾ, ടി വിയിലെ കാര്യങ്ങൾ ഒക്കെ തന്നെയാണ്. അതാണ് സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു എന്ന് പറയുന്നത്. പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം, അതായത് എഴുതാനും വായിക്കാനും അറിയാവുന്നവരെ മാത്രമാണ് പരിഗണിക്കുന്നത്. പക്ഷേ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തെ, അതായത് എഴുതാനും വായിക്കാനും ഒന്നും അറിയത്തില്ലാത്ത, അത് പിഞ്ചു കുഞ്ഞുങ്ങൾക്കും എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല, കേൾക്കുന്നതല്ലേ അറിയത്തുള്ളൂ, അങ്ങനെയുള്ളതും, പിന്നെ വലിയ പ്രായമായവരൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും വായിച്ചു കൊടുക്കണം എന്നുള്ളവരുണ്ട്, വായിക്കാനും പറയാനും അറിയില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ വിവിധ നയങ്ങളും പരിപാടികളും അങ്ങനെയുള്ള ഇതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷൻ വഴിയാണ്. ഇത് സോഷ്യൽ മാധ്യമമാണ്. അടുത്ത മാധ്യമമാണ് സോഷ്യൽ മീഡിയ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു സംഭവമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുഞ്ഞു കുട്ടികൾക്ക് പോലെ എല്ലാവർക്കും അറിയാം. കാലിക പ്രസക്തമായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മുഖ്യധാര മാധ്യമങ്ങളെപ്പോലെ ഏതൊരു വിഷയത്തിലും പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്നതിൽ സമൂഹ മാധ്യമങ്ങളും ഇന്ന് പ്രമുഖ സ്ഥാനമാണുള്ളത്. നിങ്ങളും ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്താറില്ലേ? അതിന് ആദ്യം നമുക്ക് താഴെ നൽകിയിരിക്കുന്ന ഒരു വാർത്ത നോക്കാം. ഇതൊരു സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം സത്യമാണെന്നൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ കേസ്. സോഷ്യൽ മീഡിയ വരുന്നത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സെപ്റ്റംബർ 1 അവധി. കോട്ടയത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി ഇല്ല. പ്രചരിക്കുന്നത് വ്യാജ അറിയിപ്പിച്ചെന്ന് ജില്ലാ കളക്ടർ. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ജില്ലയിൽ നാളെ സെപ്റ്റംബർ 1 അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കളക്ടർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന അറിയിപ്പ് വ്യാജമാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. മഴ മൂലം ജില്ലയിൽ നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാജ അറിയിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇങ്ങനെ ഒരുപാട് ന്യൂസ് നമ്മൾ ഇപ്പം മഴയൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ദിനം പ്രതി പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അറിയത്തില്ല. അതുപോലെ എന്ത് ന്യൂസുകളാണ് വരുന്നതല്ലേ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്ന ഒരു വ്യാജ വാർത്തയും ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തിയുള്ള കളക്ടറുടെ വിശദീകരണം ഉൾപ്പെടുന്ന വാർത്താക്കുറിപ്പുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രദർശിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കാനായി നാം എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ വ്യാജ വാർത്തയുടെയും സന്ദേശം പ്രചരിക്കുന്നതിനെ പ്രതിരോധത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, അതായത് സോഷ്യൽ മീഡിയയെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. അതെന്നാക്കിയാൽ നോക്കാതെ, വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ഉറവിടം കണ്ടെത്തണം. വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിഞ്ഞ പക്ഷം അത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കാൻ ശ്രമിക്കണം. സൈബർ സെല്ലുള്ള പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കണം. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വാർത്തകളും സന്ദേശങ്ങളും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥയുടെ ഉറവിടം കണ്ടെത്തണം. വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണ് എന്ന് തിരിച്ചറിഞ്ഞ പക്ഷം അത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കണം. സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അത് അറിയിക്കണം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഇതൊന്നും അല്ലാതെ നമുക്ക് തടയാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ആധുനിക കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയവിനിമയം നടത്തുന്നവരാണ്. ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴികൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിനായി നാം മാധ്യമ സാക്ഷരതയും
ഡിജിറ്റൽ സാക്ഷരതയും ആർജിക്കേണ്ടതുണ്ട്. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ വ്യാപിപ്പിക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അടിസ്ഥാന കമ്പ്യൂട്ടർ പഠിക്കാനും ഇന്റർനെറ്റിന്റെ ഫലപ്രദമായ ഉപയോഗം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യൽ, ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ, സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിൽ വ്യാഖ്യാനത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാ? മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും. ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതികൾ തിരിച്ചറിയുന്നതിനായി മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ഇന്നത്തെ കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം മാധ്യമ സാക്ഷരത എന്ന് വെച്ചാൽ എന്നാ? വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. അപ്പം നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന ഈ ന്യൂസുകളില്ലേ, അതെല്ലാം നല്ലതാണോ? അത് വിശകലനം ചെയ്യുക. അത് ഫോണിൽ ചില പ്രായമായ ആൾക്കാർക്കും അറിയത്തില്ല. ഇന്നത് കുഞ്ഞു പിള്ളേർക്കൊക്കെ അറിയാം. ചില പ്രായ ആൾക്കാർക്ക് അതൊക്കെ വരുന്നതൊക്കെ ഇപ്പോൾ സത്യമായിരിക്കണം. ഇതെങ്ങനെയാണ്? അപ്പോൾ അത് വരുന്നത് സത്യമുള്ള കാര്യമാണോ സത്യമില്ലാത്ത കാര്യമാണോ? ഫോൺ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ടെലിവിഷൻ ഉപയോഗിക്കാൻ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഫോണിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ ഇന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. ഡിജിറ്റൽ സാക്ഷരത അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും പറയേണ്ടത് അത്യാവശ്യം ഫോൺ ഉപയോഗിക്കാൻ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ, ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഇപ്പം അറിഞ്ഞിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ, ആ കമ്പ്യൂട്ടറിൽ അത് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു കമ്പ്യൂട്ടർ എടുത്ത് ഒന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ അതൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ സാക്ഷരതയും മാധ്യമ സാക്ഷരതയും ഒക്കെ അത്യാവശ്യ കാര്യങ്ങളാണ്. അത്യാവശ്യം മാധ്യമ സാക്ഷരത, അതായത് ഈ അത്യാവശ്യം സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ അറിയാമെങ്കിൽ തന്നെ ഡിജിറ്റൽ സാക്ഷരത തനിയെ വരും. നമുക്ക് ഈ ഫോൺ അതൊക്കെ ഇതിനിപ്പോൾ ഭയങ്കര സ്വാധീനം. അത്യാവശ്യം ഫോൺ കൈകാര്യം ചെയ്യാനും പോയി ടി വിയിലെ കാര്യങ്ങൾ അറിയാനും മറ്റേ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡിജിറ്റൽ സാക്ഷരത തന്നെ വരും. അതാണിപ്പം മെയിനായിട്ടും ആൾക്കാർക്ക് അറിയാവുന്നത്. അപ്പോൾ അറിയില്ലാത്ത ആൾക്കാർ ചുരുക്കമാണ്. എന്നാലും അത്യാവശ്യം ഏജായിട്ടുള്ള ഈ പുറത്തൊന്നും ഇറങ്ങാതെ ഇരിക്കുന്ന അമ്മമാർക്കൊന്നും അച്ഛന്മാർക്കും ഇപ്പോഴും ഉണ്ട്. അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോഴത്തെ വരുന്ന തലമുറകൾക്കൊക്കെ ഇത് ശരിക്കറിയാം, എല്ലാ സംഭവം അറിയാം അല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മുടെ പിള്ളേരോടൊക്കെ ഒരു വയസ്സ് പോലും ഇല്ലാത്ത പിള്ളേരൊക്കെ യൂട്യൂബ് സൈതം എടുത്ത് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണ. പക്ഷേ ഇച്ചിരി ഒരു ഏജ്ഡ് ആയ ആൾക്കാർക്ക് അറിയാൻ ഇച്ചിരി പാടായിരിക്കും. അതാണ്. അപ്പോൾ ഇതാണ് മാധ്യമങ്ങൾ. അപ്പോൾ അഞ്ചാമത്തെയാണ് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും. പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്ക് വഹിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ
പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്കനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുരേഖകൾ, പ്രകടന പത്രികകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതോടൊപ്പം സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, റാലികൾ, സെമിനാറുകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിനായി സംഘടിപ്പിക്കാറുണ്ട്. ഭരിക്കുന്ന പാർട്ടികൾ അവർക്കനുകൂലമായി സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് പ്രചരണം നൽകാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ട പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യത്തിലെത്തിക്കുന്നു. സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു. അധികാരം നേടിയെടുത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള താൽപ്പര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളത്. തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജനപിന്തുണ സമാഹരിക്കുവാൻ ശ്രമിക്കുന്നു. സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ പാർട്ടിയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്തുവാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ജനങ്ങളെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക മാത്രമല്ല, തിരഞ്ഞെടുപ്പിനു ശേഷവും പൊതുപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായങ്ങൾക്ക് അനുകൂലമാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിരുവിടുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെട്ട് നിയന്ത്രിക്കുന്നത് പതിവാണ്. അപ്പം രാഷ്ട്രീയ പാർട്ടി അവയുടെ പൊളിറ്റിക്സ്, ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്സ് നമ്മൾ പറയേണ്ട കാര്യമേ ഇല്ല. എന്തൊരു പൊളിറ്റിക്സ് അല്ലേ. പൊളിറ്റിക്സ് ഒരു പാർട്ടി ചെയ്യുന്ന അടുത്ത പാർട്ടി എടുത്തിട്ട് അവരുടെ നാറ്റിക്കുന്നു, ഇവരെ നാറ്റിക്കുന്നു, അങ്ങോട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് ചെയ്യുന്നു. ഇത് അതിക്രമിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ നിലനിർത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ആണ് കുറേ ഇതിന് ഇത് തന്നെ. അപ്പോൾ നമ്മുടെ നാട് ജനാധിപത്യ ഭരണമാണ്. അപ്പോൾ പാർട്ടിയാണ് ഇതിലാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തിലുള്ള പാർട്ടികളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്കനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുലേഖകൾ, പ്രകടന പത്രികകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട്. പൊതുജനങ്ങളെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്കനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുലേഖകൾ, പ്രകടന പത്രികകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതോടൊപ്പം അവർ നടത്തുന്ന പരിപാടികളാണ് സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, റാലികൾ, സെമിനാറുകൾ തുടങ്ങിയവയും പൊതുജനാഭിപ്രായ രൂപീകരണം അനുകൂലമായി സർക്കാരിൻ്റെ ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്നൊക്കെയാണ്. അതിലൊന്ന് കൊടുത്തേക്കുന്നത് പ്രകടനങ്ങളാണ്. അടുത്തത് എന്ന് പറയുന്നത് സെമിനാറുകൾ, റാലികൾ, സമ്മേളനം, ഇതൊക്കെയാണ്. ഇനി അടുത്തതാണ് സാമൂഹിക സ്ഥാപനങ്ങളും. ആറാമത്തെ സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും. എന്തൊക്കെയാണ് സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു.
മതസ്ഥാപനങ്ങൾ, ജാതിമത സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സ്ത്രീസമസ്ത പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി യൂണിയനുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നു. 7-ാമത്തേതാണ് അഭിപ്രായ വോട്ടെടുപ്പ്. വിദ്യാലയങ്ങൾക്കിടയിൽ ജനാധിപത്യബോധവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്തുന്നതിൽ സ്കൂൾ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പം അതിനുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പും അതിൻ്റെ ഫലവുമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുമനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ്. ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുപ്പ് അവരിലൂടെ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുന്നു. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു. അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് പൊതുജനാഭിപ്രായത്തിൻ്റെ ഇതെന്ന് പറയുന്നത് അഭിപ്രായ വോട്ടെടുപ്പ് അഥവാ ഒപ്പീനിയൻ പോളായിരുന്നു. ഇനി അടുത്തതാണ് 8-ാമത്തെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, അതായത് കലയും സാഹിത്യവും. ദാഹിക്കുന്നു ഭഗിനി കൃപാരസ മോഹനം കുളിർത്തണ്ണരിതാശൂനി ഓമലി ഒരു തെലി നതുകേട്ടു. ഒരു കവിതാശകലമാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഹാകവി കുമാരനാശാൻ്റെ ചണ്ടാല ഭിഷുകി എന്ന കാണ്ഡകാവ്യത്തിലെ ചില വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന കൃതിയാണ് ചണ്ടാല ഭിഷുകി. ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയുമെല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ രചനകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണമേനോൻ്റെയും സാഹിത്യരചനകൾ പൊതുജനാഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവയാണ്. നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം വളർത്തിയെടുക്കാനും അതുവഴി സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്താനും ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങളും സാഹിത്യരചനകളുമെല്ലാം നിങ്ങളുടെ അഭിരുചികളെയും താല്പര്യങ്ങളെയും സ്വാധീനിക്കാറില്ലേ? അപ്പം ഇത്രയാണ് നമ്മുടെ പൊതുജനാഭിപ്രായത്തെ ബാധിക്കുന്ന 8 കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? 1 കുടുംബം, 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, 3 സമപ്രായ സംഘങ്ങൾ, 4 മാധ്യമങ്ങൾ, 5 രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളും, 6 സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും, 7 അഭിപ്രായ വോട്ടെടുപ്പ്, 8 കലയും സാഹിത്യവും. ഇത്രയാണ് നമ്മൾ പ്രധാനമായും പറയുന്ന പൊതുജനാഭിപ്രായത്തെക്കുറിച്ച് ഇതെടുക്കാൻ പറ്റുന്ന 8 പൊതു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന 8 പൊതുവായ കാര്യങ്ങൾ. അടുത്തതെന്ന് പറയുന്നത് പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. പൊതുജനാഭിപ്രായം പറയാൻ പറ്റില്ലാത്ത കുറച്ച് കാരണങ്ങളുണ്ടാവും, അതായത് വിഘാതമാകുന്ന കാരണം. പൊതുജനാഭിപ്രായം ഒരു നല്ല കാര്യമാണ്. പൊതുജനാഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും. ജനാധിപത്യത്തിൻ്റെ പരിമിതികളെ ശക്തമായ പൊതുജനാഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കും. എന്നാൽ സമൂഹത്തിൽ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. അവ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഫലമാകുന്ന ഘടകങ്ങൾ പ്രധാനമായിട്ടും 5 എണ്ണമാണ്. എന്തൊക്കെയാണെന്നറിയാമോ? നിരക്ഷരത, ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ
ജനാധിപത്യ രാഹിത്യവും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. ഇത്രയാണ് വിഘാതകമാകുന്ന ഘടകങ്ങൾ. ഒന്നാമത്തെ കാര്യമാണ് നിരക്ഷരത. നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതുജനങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ? നിരക്ഷരത. മറ്റേ കാര്യം നിരക്ഷരത. നിരക്ഷരമായ ജനങ്ങൾക്ക് പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കണമെന്ന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് ഡിജിറ്റൽ വിഭജനം. ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്യതയിലുണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം. ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമാകുന്നു. അതായത് ഡിജിറ്റൽ വിഭജനം, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക സംഭവങ്ങൾ അറിയില്ലാത്തവർക്ക് പൊതുജനാഭിപ്രായം ആ വഴിക്ക് രൂപീകരിക്കാൻ പറ്റാതെ വരുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ദാരിദ്ര്യം. ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കാറില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? ദാരിദ്ര്യം. ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപത്തിൽ ഇവർക്ക് വേണ്ടത്ര രീതിയിൽ ഇടപെടാൻ സാധിക്കാറില്ല. ഇനി അടുത്തത് ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷാപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകമാണ്. ഇനി ലാസ്റ്റത്തേത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി നടക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ യഥാർത്ഥ പൊതുജനാഭിപ്രായം പ്രതിഫലിക്കുന്നതിന് തടസ്സമാകാറുണ്ട്. ഇനി ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തേക്കുക. ആ ഡയഗ്രത്തിൽ ഇതാണ് ചോദിച്ചേക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കി ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന കൂടുതൽ ഘടകങ്ങൾ കണ്ടെത്തൂ. എന്തൊക്കെയാണ്? നിരക്ഷരത, ഡിജിറ്റൽ വിഭജനം, ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. ഇത്രയാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണല്ലോ ജനാധിപത്യം. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനമെന്ന നിലയ്ക്ക് ജനാധിപത്യ സർക്കാരുകൾ അതിൻ്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, താൽപ്പര്യങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ്. കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പൗരസമൂഹം ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെയും ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കും. അധികാരപ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും ജനാഭിപ്രായം കൊണ്ട് സാധിക്കും. അങ്ങനെ ഒരു സമൂഹത്തിൽ പൗരരുടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കും. സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടയപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടസ്സപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായമെന്ന നിലയ്ക്ക് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ. ഇനി പൊതുജനാഭിപ്രായത്തെ കാണിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റു ഘടകങ്ങൾ അങ്ങനെ ഒരു പോർഷനും കൂടി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല, എന്നാലും പറയാം. അഴിമതി,
പ്രാദേശികവാദം, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിഭാഗീയ താൽപ്പര്യങ്ങൾ, വ്യക്തിത്വധാരണ. എന്തൊക്കെയാണ്? അഴിമതി, പ്രാദേശികവാദം, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിഭാഗീയ താൽപ്പര്യങ്ങൾ, വ്യക്തിയാരാധന. ഇത്രയും സംഭവങ്ങൾ ഇതിനെ ഹനിക്കുന്ന, അതായത് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. ഇതിനകത്ത് തുടർ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതിപ്പം ഇത്രയാണ് ഒരു 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിൽ ഇത്തരം സംഭവങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് SCERT പഠിക്കുന്ന PSC സ്റ്റുഡൻസിനും പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന SSLC എഴുതാൻ പോകുന്ന ഇനിയുള്ള മക്കൾക്കും ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയ ആളാണ്, അപ്പോൾ എൻ്റെ വീഡിയോകൾക്കും അതിൻ്റേതായ കുഴപ്പങ്ങളുണ്ടാകും. എല്ലാവരും സഹകരിക്കണം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞു ചാനൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഞാനും നിങ്ങൾക്കൊപ്പമാണ് പഠിക്കുന്നത്. LGS, VFA, LDC ഇതൊക്കെ തന്നെയാണ് നോക്കുന്നത്. പിന്നെ മെയിൻലി ഞാൻ കറൻ്റ്ലി സിലബസ് ബേസ്ഡ് ആയിട്ട് നോക്കുന്നത്, സിലബസ് വെച്ച് നോക്കുന്നത് SCERT കമ്പനി ബോർഡ് LGS ആണ്. ഇപ്പം പ്രിലിംസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രിലിംസ് ഉണ്ട്, എങ്കിലും സാരമില്ല. പ്രിലിംസ് ഉണ്ടെന്ന് ഓർത്ത് ഇനി വീണ്ടും പഠിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ആ കൂടുതലുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അത് പ്രിലിംസ് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യുക. അതിന് മുന്നേ പ്രിലിംസ് വരെയുള്ള സംഭവങ്ങൾ അപ്പം കുറച്ച് കൂടി ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ താങ്ക് യു ഓൾ.